Hello everyone, welcome to MathSavant. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് geometric progressionൽ ഒരു വീഡിയോ ആണ്. Let's see what the question is. The 5th, 8th and 11th terms of a GP are P, Q and S. Show that Q square is equal to P into S. ഇതാണ് നമ്മുടെ question. നമുക്ക് ഇത് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. Okay. So, നമുക്കറിയാം ഒരു geometric progression. For example, മൂന്ന് നമ്പേഴ്സ് എയും ബിയും സിയും ഉണ്ടെന്ന് വിചാരിക്കാം. ഈ മൂന്ന് നമ്പേഴ്സ് ജിയോമെട്രിക് പ്രോഗ്രഷനിൽ ആവണമെങ്കിൽ ഫസ്റ്റ് നമ്പർ എയിനെ നമ്മൾ വേറൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി കിട്ടണം. ദാറ്റ് മീൻസ് ആ നമ്പർ 6 ആണെന്ന് വിചാരിക്കുക. സേ എ ഇൻറ്റു 6 ചെയ്തപ്പോൾ നമുക്ക് ബി കിട്ടി, റൈറ്റ്? ഇതേ നമ്പർ 6 കൊണ്ട് നമ്മൾ ബിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സി കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് എയും ബിയും സിയും ജിയോമെട്രിക് പ്രോഗ്രഷനിലാണ്. ഒരു കോമൺ മൾട്ടിപ്ലയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തൊട്ടടുത്ത നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രഷനാണ് നമ്മൾ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പം ഇഫ് ബി ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു സി, then we can say that b by a is equal to r, അതുപോലെ c by b is equal to r. അപ്പം ഈ r നെയാണ് നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. ആ കോമൺ റേഷ്യോ കൊണ്ട് a നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ b കിട്ടുന്നു, അതേ കോമൺ റേഷ്യോ കൊണ്ട് b നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ c കിട്ടുന്നു. ദാറ്റ് മീൻസ് a b c r in gp ജിയോമെട്രിക് പ്രോഗ്രഷൻ r ആണ് നമ്മുടെ കോമൺ റേഷ്യോ, റൈറ്റ്? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് the 5th, 8th and 11th terms of a gp are p, q and s. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം 5th ടേം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു gp എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഫസ്റ്റ് ടേം എന്താണ്? a ആണ്. സെക്കൻഡ് ടേം എന്താണ്? a ഇൻറ്റു ആർ ആണ്. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്ത ടേം എന്താണ്? വീണ്ടും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പൊ എന്തായി മാറും? a r സ്ക്വയർ ആണ്. അടുത്ത ടേം എന്താണ്? അഗൈൻ മൾട്ടിപ്ലൈങ് ബൈ r. അപ്പൊ എന്തായി മാറി? a r ക്യൂബ് ആയി, പിന്നെ a r റേസ് ടു 4 ആയി, അങ്ങനെ പോകും അല്ലെ? ഇപ്പൊ ഓരോ തവണയും നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. അപ്പൊ ഫസ്റ്റ് ടേം a ആണ്, സെക്കൻഡ് ടേം a r ആണ്, തേർഡ് ടേം a r സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടേം ആണോ എടുക്കുന്നത് ആ ടേമിന്റെ നമ്പർ, ഫോർ എക്സാമ്പിൾ തേർഡ് ടേം 3 അല്ലെ, മൂന്നാമത്തെ ടേം തേർഡ് ടേം എ ആർ സ്ക്വയർ. അപ്പൊ 3നെക്കാട്ടിലും 1 കുറവാണ് ആറിന്റെ പവർ. ഫോർത്ത് ടേം 4, നാലാമത്തെ ടേം എ ആർ ക്യൂബ്. അപ്പം 4നെക്കാട്ടിലും 1 കുറവാണ് ആറിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഒരു ജിയോമെട്രിക് പ്രോഗ്രഷന്റെ nth ടേം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ nth ടേം എന്ന് പറയുന്നത് a ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 ആയിരിക്കും. ഈ ടേമിനെക്കാട്ടിലും 1 കുറവായിരിക്കും ആറിന്റെ പവർ. അത് നമ്മൾ എഴുതിയ ഈ ഒരു സീരീസിൽ നിന്ന് സീക്വൻസിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു ജി പിയുടെ 5th ടേം എന്തായിരിക്കും? ഇവിടെ നോക്കിയാൽ മതിയല്ലോ. 1 2 3 4 5. 5th ടേം എന്ന് പറയുന്നത് എന്താണ്? a ഇൻറ്റു ആർ റേസ് ടു 4 ആണ് 5th ടേം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ദ 5th ടേം ഈസ് p അല്ലേ? അപ്പോൾ അത് p ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അവിടെ കിടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താണ് 8th ടേം? ഈ nth ടേമിന്റെ ആ ഒരു ഫോർമുല വെച്ചിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ 8th ടേം? അത് a r റേസ് ടു 7 ആയിരിക്കും. 8നെക്കാട്ടിലും 1 കുറവായിരിക്കും ആറിന്റെ പവർ. അതെന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? q ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? നോ ഫൈനലി 11th ടേം എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? s ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 11th ടേം എന്ന് പറയുന്നത് a ഇൻറ്റു ആർ റേസ് ടു 10 ആയിരിക്കും. 11നെക്കാട്ടിലും 1 കുറവ്. അത് s ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? q സ്ക്വയർ ഈക്വൽ ടു പി എസ് എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ശരി, ആയിക്കോട്ടെ. q സ്ക്വയർ എന്താണെന്ന് കണ്ടുപിടിക്കാം. q എന്താണ്? a ഇൻറ്റു ആർ റേസ് ടു 7 ആണ്. ശരി, അങ്ങനെയാണെങ്കിൽ q സ്ക്വയർ എന്താണ്? q സ്ക്വയർ എന്ന് പറഞ്ഞാൽ a ഇൻറ്റു ആർ ടു ദ പവർ 7ന്റെ സ്ക്വയർ ആണ്. a ഇൻറ്റു ആർ ടു ദ പവർ 7ന്റെ സ്ക്വയർ എന്ത് കിട്ടും? ഓരോ ടേമിനെയും സ്ക്വയർ ചെയ്യുക. a ഒരു ടേം ആണ്, ഇൻറ്റു ആർ റേസ് ടു 7 രണ്ടാമത്തെ ടേം ആണ് അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ സ്ക്വയർ വരുമ്പോഴത്തേക്ക് ആ സ്ക്വയർ ഈ ഓരോ ടേമിനും ബാധകമാണ്. അപ്പം a ന് ആദ്യം സ്ക്വയർ ചെയ്യുക. അപ്പൊ എന്തായി? a സ്ക്വയർ. ആർ ടു ദ പവർ 7ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 2 ആണ് വരുന്നത്. അതായത് a റേസ് ടു m
ടു ദ പവർ n എന്ന് പറഞ്ഞാൽ എന്താണ്? a ടു ദ പവർ m ഇൻറ്റു n ആണ്. അപ്പോ എയിൽ ഒരു പവർ ഓൾറെഡി ഉണ്ട്, വീണ്ടും ഒരു പവർ കൊടുക്കുകയാണെങ്കിൽ ആ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ r ടു ദ പവർ 7 വീണ്ടും സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ആ പവർ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ 7 into 2 എന്തായി? 14 ആയി. അപ്പൊ a സ്ക്വയർ r റേസ് ടു 14 ഇതാണ് q സ്ക്വയർ. നൗ p into s ചെയ്യുമ്പോൾ ഇത് തന്നെ കിട്ടുമെന്ന് പ്രൂവ് ചെയ്താൽ സംഗതി കഴിഞ്ഞല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, p യും s മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ് p into s? എഴുതി നോക്കാം. p into s, p എന്താണ്? a into r to the power 4 ആണ്. s എന്ന് പറഞ്ഞാൽ a into r to the power 10 ആണ്. അപ്പോൾ നമ്മൾ എഴുതി നോക്കുമ്പോൾ എന്താണ് കിട്ടുക? a into a സ്ക്വയർ ആണെന്ന് അറിയാം. ശരി, r ന്റെ പവർ ഇവിടെ 4 ആണ്, ഇവിടെ r ന്റെ പവർ 10 ആണ് എന്ന് പറഞ്ഞാൽ r ന്റെ പവേഴ്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നമ്മളത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പവേഴ്സ് ആഡ് ചെയ്യുകയാണ്. കാരണം ഒരേ ബേസ് ആണ്, r ആണ് ഇവിടെ ബേസ്, ഇവിടെയും r ആണ് ബേസ്. സോ into r raised to 4 plus 10 14. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, q സ്ക്വയർ എന്താ കിട്ടിയത്? a സ്ക്വയർ r raised to 14. ps എന്താ കിട്ടിയത്? a സ്ക്വയർ r raised to 14. രണ്ടും ഈക്വൽ അല്ലേ? അപ്പൊ നമ്മൾ ഈസി ആയിട്ട് പ്രൂവ് ചെയ്തു എന്താണ്? q സ്ക്വയർ ഈക്വൽ ടു ps. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ പഠിച്ചത്? എന്താണ് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പഠിച്ചു ഇല്ലേ? അപ്പൊ 3 നമ്പേഴ്സ് ജോമെട്രിക് പ്രോഗ്രഷനിലാവണമെങ്കിൽ ആദ്യത്തെ നമ്പറിന്റെ കൂടെ ഒരു കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടാമത്തെ നമ്പർ കിട്ടണം. അതേ കോമൺ റേഷ്യോ കൊണ്ട് വീണ്ടും ആ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൂന്നാമത്തെ നമ്പർ കിട്ടണം. അതായത് എയും ബിയും സിയും ജോമെട്രിക് പ്രോഗ്രഷനിലാണെങ്കിൽ b divided by a will be equal to c divided by b. എന്തായിരിക്കും അത്? ഈക്വൽ ടു r ആയിരിക്കും. അതിനെയാണ് നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, nth ടേം ഓഫ് എ ജി പി എന്താന്ന് പഠിച്ചു, അതിന്റെ പാറ്റേൺ നോക്കി നമ്മൾ മനസ്സിലാക്കി. എന്താണ് nth ടേം എന്ന് പറയുന്നത്? a into r to the power n minus 1 ആയിരിക്കും. a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, വളരെ ക്ലിയർ ആണ്. ഈ സീക്വൻസ് കാണുമ്പോൾ മനസ്സിലാകും a ഫസ്റ്റ് ടേം ആണ്. അപ്പോ nth ടേം ഓഫ് എ ജി പി എന്ന് പറഞ്ഞാൽ a into r to the power n minus 1 ആണ്. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ 5th ടേമും 8th ടേമും 11th ടേമും കണ്ടുപിടിച്ചത്. ആ പ്രോഡക്റ്റ് നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ q സ്ക്വയർ ഈക്വൽ ടു ps ആണെന്ന് മനസ്സിലായി. ആൻഡ് ഫൈനലി we proved q square is equal to ps. Clear?